നമസ്കാരം. തിരുവനന്തപുരത്തുള്ളത്. അപ്പം ഞാൻ ഇന്ന് ഇവിടുന്ന് ഒരു യാത്ര പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് പോകാനുള്ള ട്രെയിന് തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8:20 എല്ലാ ദിവസവും പുറപ്പെടുന്ന തിരുവനന്തപുരം മധുരൈ ജംഗ്ഷൻ അമൃത എക്സ്പ്രസ്സിനാണ് ഞാൻ ഇന്ന് പോകുന്നത് കേട്ടോ. പാലക്കാട് വഴിയുള്ളൊരു ട്രെയിനാണ്. ആ വണ്ടിക്കാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ അമൃത എക്സ്പ്രസിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കൊല്ലം താമ്പരം മംഗലാപുരം എക്സ്പ്രസ്സിൽ പാലക്കാട് നിന്ന് വടകര വരെ യാത്ര ചെയ്തൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അമൃത എക്സ്പ്രസിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേട്ടൻ ഇപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചേട്ടന് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സജഷനൊക്കെ വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത കൊല്ലം എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ ഒരു വാക്ക് ഞാൻ ഇവിടെ നിറവേറ്റിയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ബ്ലൂ നെസ്റ്റ് എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. AC റൂമാണ്. നമ്മുടെ ബാഗൊക്കെ ഇവിടെ ഉണ്ട്. ഒരു TV, അതുപോലെ തന്നെ ഇതാ ഒരു മിററൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഒന്നാം തരം ഒരു കബോർഡ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ടേബിളുണ്ട്. പിന്നെ ഒരു കസേര, ഇവിടെയും ഒരു ടേബിൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് റൂമിൻ്റെ ഓവറോൾ കാഴ്ച എന്ന് പറയുന്നത്. AC റൂമാണ്. ഇത് ബാത്റൂമാണ് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂമാണ്. ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റൂമിൻ്റെ കാഴ്ച ഞാൻ അവസാനം കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാണ്ടിരുന്നത്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വെക്കേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ എടുത്ത ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ കേട്ടോ. ബ്ലൂ നെസ്റ്റ് എന്നാണ് ഈ ഒരു റെസിഡൻസിയുടെ പേര്. ഇവിടെയൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു നിലവിളക്കും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി കൂടെ കൊടുക്കുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റിസപ്ഷൻ തന്നെയാണ്. ബ്ലൂ നെസ്റ്റ് എന്നാണ് ഈ ഒരു റെസിഡൻസിയുടെ പേര് കേട്ടോ. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ KSRTC ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നല്ല അടിപൊളി ഒരു സ്റ്റേ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തിരുവനന്തപുരത്തുള്ള KSRTC ബസ് സ്റ്റേഷൻ കേട്ടോ. ബസ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടുന്ന്. ഇവിടെ ഈ തിരുവനന്തപുരം ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നാഗർകോവിലേക്കായാലും അതുപോലെ തന്നെ കന്യാകുമാരിക്കലും തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി 8:30ക്കാണ് കേട്ടോ. അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളതെന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നമ്മളിതാ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടോ. ഇവിടെ അതാ ഒരു അമ്പലം നമുക്ക് കാണാൻ കഴിയും. ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടി പോകുന്നുണ്ട്. നമ്മുടെ അസാമിലെ
ദിബ്രുഗഡിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് ആണ് കേട്ടോ. ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വണ്ടി കാണുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിപ്പോൾ ഡെയിലി സർവീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡെയിലി സർവീസ് ആക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് വീക്ക്ലി വൺസ് ആയിരുന്നു ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നത്. കാരണം 4 ദിവസം കണ്ടിന്യൂസ് റണ്ണിങ് ആണല്ലോ ഈ വണ്ടി. ഇതിനൊക്കെ വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ ട്രെയിൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഇത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള വണ്ടിയാണ്. ദിബ്രുഗഡാണ്, ദിബ്രുഗഡ് സ്റ്റേഷനിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ജനറലൊന്നും അത്ര തിരക്കില്ല, പോകെ തിരക്ക് കൂടിക്കോളും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിത് പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടിയുള്ളത്. ഇവിടെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ളത് തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം മധുരൈ ജംഗ്ഷൻ അമൃത എക്സ്പ്രസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലോക്കോ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു 25 മിനിറ്റും കൂടി ഉണ്ട് വണ്ടി പുറപ്പെടാൻ. 8:30 വണ്ടി പുറപ്പെടുന്നുള്ളൂ. ഇപ്പോൾ സമയം 8:05 ആയിട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ലോക്കോ ഒന്ന് കണ്ടിട്ട് വരാം. തിരുവനന്തപുരം മധുരൈ അമൃത എക്സ്പ്രസ് പാലക്കാട് വഴി പോകുന്നൊരു വണ്ടിയാണ്. ഇതിലും കൂടുതലും തിരക്ക് പഴനി വരെ ഉണ്ടാവും കേട്ടോ. പാലക്കാട് പൊള്ളാച്ചി പഴനി വഴി പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മളിതാ ലോക്കോൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ നെയിം ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. പുനലൂരിൽ നിന്ന് മധുരയിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ് വരുന്നുണ്ട്. കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WAP7 ആണ് കേട്ടോ നമ്മുടെ ലോക്കോമോട്ടീവ്. പാലക്കാട് വരെ ഈ ഒരു ലോക്കോമോട്ടീവാണ് നമ്മളെ നയിക്കുന്നത്. പാലക്കാട് നിന്ന് ഇതിന് ലോക്കോ റിവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് ഉണ്ട്. ഇവിടെ നമ്മളെ മംഗളൂർ എക്സ്പ്രസ്സിൻ്റെ ലോക്കോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നേരെ നമ്മളെ കോച്ചിലേക്ക് പോവാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഫസ്റ്റ് AC കം സെക്കൻഡ് AC ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു കൂപ്പയാണ്. അതുപോലെ തന്നെ ഈ ഒരു കോച്ചിൻ്റെ പകുതി ഫസ്റ്റ് AC യും അതുപോലെ തന്നെ പകുതി സെക്കൻഡ് AC ആണ്. അപ്പോൾ നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നത് ഇതിൻ്റെ തേർഡ് AC യിലാണ് കേട്ടോ. B2 ആണ് നമ്മളുടെ കോച്ച് വരുന്നത്. ഇത് B1. അതിൻ്റെ പുറകിലുള്ളതാണ് നമ്മുടെ കോച്ച് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച്, തേർഡ് AC B2. അപ്പോൾ നമ്മളത് നേരെ കോച്ചിലേക്ക് കയറുകയാണ്.
നമ്മളിതാ കോച്ചിലേക്ക് കയറി. നമ്മുടെ 23 തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ സീറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയാനായിട്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മുടെ പില്ലോവും അതുപോലെ തന്നെ ബ്ലാങ്കറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു മിററുണ്ട്. അതുപോലെ തന്നെ അപ്പർ ബെഡിലേക്കൊക്കെ വേണ്ട പില്ലോ അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് കവറൊക്കെ ഉണ്ട്. തണുപ്പായി വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാ കറക്റ്റ് 8:30 തന്നെ പുറപ്പെട്ടു കേട്ടോ. രാവിലെ 10 മണിക്കാണ് നമ്മുടെ വണ്ടി മധുരയിലെത്തുക കേട്ടോ. ഒരു വെളുപ്പിന് 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം പാലക്കാടൊക്കെ എത്തും. ഈ വണ്ടി കൂടുതലും തിരക്ക് പഴനി വരെയൊക്കെയാണ് കൂടുതലും തിരക്കുണ്ടാവുക കേട്ടോ. കാരണം കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റിയൊരു വണ്ടിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ മംഗലാപുരം എക്സ്പ്രസിൻ്റെ ലോക്കോ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ വിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നോർത്തിലേക്ക് കേട്ടോ. ഇവിടെ ഒരു ഷണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു empty ബൈക്കാണ്. LTT ഗരീബ് എന്നൊക്കെ ഉണ്ടല്ലോ, അതാവന താഴ്ന്ന തിരുവനന്തപുരം കൊച്ചുവേലി. ഇവിടെ ഒരു ബ്രേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയത് ഏറനാട് എക്സ്പ്രസ് ആണ് കേട്ടോ. മംഗലാപുരം തിരുവനന്തപുരം ഏറനാട്. അങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയൊരു കർവാണ്. അത് കഴിഞ്ഞ പാടാണ് നമ്മുടെ സ്റ്റേഷൻ വരുന്നത്. നമ്മളേറ്റവും പുറകിലാണ് കേട്ടോ. പുറകിലിപ്പം B3യും അതുപോലെ തന്നെ 2 ജനറലും ഉണ്ട്. പാലക്കാട് നിന്ന് നമ്മൾ ഏറ്റവും മുമ്പിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. നല്ലൊരു കർവിലാണ് നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിനെ കാണാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് അത് കൊല്ലത്തെത്തുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു ബിൽഡിംഗ് ഒക്കെ ആയി മാറുകയാണ് അവിടെ കൊല്ലം ജംഗ്ഷൻ്റെ. അപ്പോൾ നമ്മൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത് കേട്ടോ.
നമ്മൾ കൊല്ലം എത്തി കേട്ടോ. അപ്പോൾ ഈ കൊല്ലത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്ത്യയിലെ നീളം കൂടിയ 3ാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് നമ്മുടെ കൊല്ലത്താണ് കേട്ടോ. ആദ്യത്തെ വരുന്നത് കർണാടകയിലെ ഹുബ്ബള്ളിയാണ്, അടുത്തത് ഗോരഖ്പൂരാണ്, അത് കഴിഞ്ഞ് 3ാമത്തേതാണ് നമ്മുടെ കേരളത്തിലെ കൊല്ലം ജംഗ്ഷൻ. അപ്പം ഇവിടെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ വണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പാസഞ്ചറിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം കൊല്ലം 2 മിനിറ്റാണ് നമുക്കിവിടെ സ്റ്റോപ്പുള്ളത്. ഇതങ്ങനെ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് പുനലൂർ ചെങ്കോട്ട ആ ഒരു ഭാഗത്തേക്ക് ഒരു ലൈന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ജംഗ്ഷൻ ആയത് കേട്ടോ. പുനലൂർ ചെങ്കോട്ട ആര്യങ്കാവ് തെങ്കാശി ആ ഒരു റൂട്ട് വരുന്നതുകൊണ്ടാണ് കൊല്ലം ജംഗ്ഷൻ ആയത്. അപ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിക്കും ഇവിടെ സിഗ്നലായി. അതുപോലെ തന്നെ വന്ദേ ഭാരത് കേരളത്തിൻ്റെ ആദ്യത്തെ പുലിക്കുട്ടി ഇപ്പോൾ ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് കളർ റാക്കാണ് കേട്ടോ ഇതിൻ്റെ. അതുപോലെ തന്നെ 20 കോച്ചുള്ള വണ്ടിയും കൂടി ആയിട്ടോ ഇത്. അങ്ങനെ വന്ദേ ഭാരതം വന്ന് വന്ദേ ഭാരതിന് അവിടെ സിഗ്നൽ കിട്ടിയിട്ടോ. നമ്മളെ വണ്ടിക്ക് ഓൾറെഡി അവിടെ സിഗ്നൽ ആയിട്ടുണ്ട്, പക്ഷേ കിട്ടില്ല. അങ്ങനെ നമ്മൾ കൊല്ലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം കായംകുളം, അതുപോലെ തന്നെ കോട്ടയം, ചെങ്ങന്നൂർ അങ്ങനെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ വെളുപ്പിനൊരു 3:45 4 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പാലക്കാട് എത്തും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉറങ്ങി എണീക്കണം കേട്ടോ. നമുക്ക് ലോക്കോ റോബോട്ട്സൊക്കെ കാണേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം സമയം 10 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി രാവിലെ കാണാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 4 മണിയായി. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 27 മിനിറ്റ് ഡിലേ ഉണ്ട് നമ്മുടെ വണ്ടി. 3:40 വന്നിട്ട് 4 മണിക്കാണ് ഇവിടുന്ന് പോകേണ്ടത്. ഒരു 27 മിനിറ്റ് വണ്ടി ഡിലേ ആണ്. അപ്പോൾ ഒക്കെ കണക്കായിരുന്നു. എൻ്റെ സീറ്റിൻ്റെ അടുത്തുള്ള കോ പാസഞ്ചേഴ്സ് 3 തവണ മാറി കേട്ടോ. 3 തവണ എൻ്റെ സീറ്റിൻ്റെ അടുത്തുള്ള കോ പാസഞ്ചേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവർ ലൈറ്റ് ഇട്ട് അതുപോലെ തന്നെ ഈ ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉറക്കമൊക്കെ കണക്ക് തന്നെയായിരുന്നു. നമ്മളത് പാലക്കാട് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ പാലക്കാട് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് തോന്നുന്നു നമ്മൾ വരാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് ലോക്കോ റോബോട്ട്സിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പൊള്ളാച്ചി ഭാഗത്തേക്ക് നമ്മൾ കയറി പോകുള്ളൂ. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്കിവിടെ ഹോൾട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കോമോട്ടീവ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ലോക്കോമോട്ടീവ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട അതേ ലോക്കോ തന്നെയാണ് കേട്ടോ മധുര വരെ നമ്മൾ എത്തിക്കുന്നത്. കൃഷ്ണരാജപുരം ഷെഡിൻ്റെ WP7 ലോക്കോമോട്ടീവാണ്. നമ്മളതാ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് പാലക്കാട് ടൗണാണ് കേട്ടോ.
നമ്മളിവിടെ 4:05 വന്നതാണ്. ഇപ്പോൾ 4:40 കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ മധുര എത്തുമ്പോഴേക്കും ഓൺ ടൈമായിരിക്കും. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പൊള്ളാച്ചി ഡയറക്ഷനിലേക്ക് പോവാണ് കേട്ടോ. നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ വണ്ടീൻ്റെ കേരളത്തിലെ സ്റ്റോപ്പ് എന്ന് പറയാനായിട്ട് ഒന്ന് പാലക്കാട് ടൗണും അതുപോലെ തന്നെ കൊല്ലംകോടുമാണ് കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള പുതുനഗരം അതുപോലെ തന്നെ മുതലമട അവിടെയൊന്നും നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പില്ല. ഇതൊക്കെ ചോളമാണ് കേട്ടോ. സൂര്യനെ കൊതിച്ച് വരുന്നേ ഉള്ളൂ. കൃഷിപ്പാടത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയൊക്കെ പോകാറുള്ള നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. അകത്തുള്ള ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതൽ ടെമ്പറേച്ചർ പുറത്തുണ്ട്. അങ്ങനെ പഴനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിലൊക്കെ ചെറിയ ഇതിൽ കോടയൊക്കെ ഉണ്ട് കേട്ടോ. പഴനി മിക്കവാറും നമ്മുടെ വണ്ടി ഇവിടെ തന്നെ കാലിയാവാൻ സാധ്യതയുണ്ട്. പഴനി വഴിയൊക്കെ നമുക്ക് അത് കാണാൻ കഴിയും. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പഴനി അമ്പലത്തിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കായാലും റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ആയാലും. നമ്മൾ ഓട്ടോ ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ അവർ നല്ല കത്തി റേറ്റൊക്കെ പറയും. ഇവിടുന്ന് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ കയറിപ്പോകുന്ന വഴിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. പഴനി ഇംഗ്ലീഷിൽ പളനി എന്നാണ് വീട്ടിൽ കേട്ടോ. അങ്ങനെ
അങ്ങനെ നമ്മളിതാ പഴനി എത്തിയിട്ടോ, പഴനി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം ഇവിടെ തന്നെ കാലിയാവാനുള്ള സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് നമ്മളെ വണ്ടി ഇവിടെ തന്നെ കാലിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് 3 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം നിർത്തിയത് കേട്ടോ. നമ്മുടെ MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് പൊള്ളാച്ചി പഴനി വഴി പാലക്കാട് വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ടത്. ഇവിടെ ഒരു മെയിൻ്റനൻസ് വാൻ ഉണ്ട് കേട്ടോ, ട്രാക്ക് മെയിൻ്റനൻസ് വാൻ ഉണ്ട്. ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ട് ട്രാവൽ ചെയ്തൊരു വണ്ടി ഇതാണ് കേട്ടോ. അറക്കോണം ഷെഡിൻ്റെ ഒരു WAP4 ആയിട്ടാണ് ഈ വണ്ടി വരുന്നത്. ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ട് ട്രാവൽ ചെയ്തൊരു ട്രെയിനാണിത്. MGR ചെന്നൈ സെൻട്രൽ പാലക്കാട്. ഈ ട്രെയിനും അമൃതയും ഒരേപോലെയാണ്. കാരണം ഈ ചെന്നൈയിലുള്ള ആൾക്കാർക്ക് ഈ പാലക്കാട് എക്സ്പ്രസ്സിന് കയറി രാവിലെ പഴനി വന്ന് ഇതേ വണ്ടിക്ക് വൈകുന്നേരം തിരിച്ചു പോവുക. അതേപോലെ തന്നെയാണ് നമ്മളെ അമൃത എക്സ്പ്രസ്സും. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വെളുപ്പിന് പഴനി ഒന്ന് തിരിച്ച് അന്ന് തന്നെ നാട്ടിലെത്താൻ പറ്റും. ഡിണ്ടുഗൽ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഒന്നിപ്പോൾ നമ്മൾ വന്ന പഴനി റൂട്ട്, അടുത്തത് പോകുന്ന മധുര റൂട്ട്, അതുപോലെ തന്നെ ചെന്നൈയിലേക്ക്, അങ്ങനെ 3 റൂട്ടുകൾ വന്നുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ ആയത് കേട്ടോ. ഡിണ്ടുഗൽ ജംഗ്ഷൻ. അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ, WAP7 ആയിട്ടൊരു വണ്ടി വരുന്നുണ്ട്. വൈഗയാണോ പല്ലവനാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. മധുരയിൽ നിന്ന് ചെന്നൈ എഗ്മോർ പോകുന്ന വണ്ടി ആയിരിക്കാം. ഈ കാണുന്ന വണ്ടി വൈഗയായിട്ടും അതുപോലെ തന്നെ പല്ലവനായിട്ടും റേക്ക് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണ്. അത് സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് കേട്ടോ.
നമ്മുടെ വണ്ടി ബിഫോർ ടൈമാണ് കേട്ടോ. ബിഫോർ ടൈമിലാണ് നമ്മുടെ വണ്ടി വന്ന് കയറിയത്. ഇവിടെ 8:35 വന്ന് 8:40 എടുക്കേണ്ട വണ്ടിയാണ്. 7:50 ആകുമ്പോഴേക്കും കയറി. 7:50 നമ്മൾ ഡിണ്ടിഗൽ ജംഗ്ഷനിലെത്തി കേട്ടോ. ബിഫോർ ടൈമാണ് നമ്മളെ വണ്ടി. 44 മിനിറ്റ് ബിഫോർ ടൈമിൽ നമ്മൾ ഡിണ്ടിഗൽ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളിയല്ലേ? ഇത്രയും നേരം ഡിലേ ആയിട്ട് വന്ന വണ്ടിയാണ്. ഇപ്പോൾ 44 മിനിറ്റ് ബിഫോർ ടൈം അടിച്ച് ഡിണ്ടിഗലിൽ. എന്താ അല്ലേ? നമ്മുടെ വണ്ടി ഇത്രയും നേരം ഡിലേ ആയിട്ട് വന്നൊരു വണ്ടിയായിരുന്നു കേട്ടോ. ഇത്രയും നേരം ഡിലേ ആയിട്ട് വന്ന വണ്ടി ഇവിടെ ഡിണ്ടിഗലിലെത്തിയപ്പോൾ 44 മിനിറ്റ് ബിഫോർ ടൈം. അയ്യോ അയ്യോ, ഈ ഒരു ലാഗ് ടൈം ആ റണ്ണിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന നേരം കൊണ്ട് നമുക്ക് മധുരയിലെത്താൻ പറ്റും. എന്നുവെച്ചാൽ ഇത് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളെ പരശുരാമൊക്കെ കോഴിക്കോട് 10-40 മിനിറ്റ് കിടക്കുന്നില്ലേ വൈകുന്നേരം, അതേപോലെ നമ്മളിവിടെ കിടക്കുക. ഈ കിടക്കുന്ന നേരം അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് നമുക്കുള്ളത്, വേറെ സ്റ്റോപ്പില്ല. ഡിണ്ടിഗൽ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് മധുര. ഈ കിടക്കുന്ന നേരം കൊണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 8:30 ആകുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റും. വെറുതെയാണ് ഈ സ്ലാക്ക് ടൈമൊക്കെ. സ്ലാക്ക് ടൈമൊക്കെ നല്ലതാണ്, പക്ഷെ ഇത് വല്ലാണ്ട് ഓവറായിപ്പോയി. ഇത്ര നേരം അരമണിക്കൂറൊക്കെ ഡിലേ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ എത്തിയപ്പോൾ വല്ലാത്ത ബിഫോറായിപ്പോയി. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ ഡിണ്ടിഗൽ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു 3 മിനിറ്റ് ഡിലേ ഉണ്ട് കേട്ടോ. അപ്പോൾ 7:50 കയറിയ വണ്ടിയാണ്. ഇപ്പോഴാണ് ഇവിടുന്ന് പുറപ്പെട്ട് പോകുന്നത്. എന്നാലും ഇതൊരു വല്ലാത്തതായിപ്പോയി. ഇനി അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. നമ്മളിതാ ഇന്ത്യൻ ഫ്ലാഗൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ കൊടൈക്കനാൽ റോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ട്രെയിൻ പോകുന്ന ട്രാക്ക് വലത്തെ ട്രാക്കാണ് കേട്ടോ. വലത്തെ ട്രാക്ക് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും പുറത്ത് നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ. അത്രയും ചൂടാണ്, അസഹനീയമായ ചൂടാണ് തമിഴ്നാട്ടിലുള്ളത് കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. മധുരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമൃത എക്സ്പ്രസ്. മധുരയുടെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന വൈഗൈ നദി. ഇവിടെ കന്നുകാലികളുണ്ട്. വെള്ളമൊന്നും ഇല്ല കേട്ടോ. വൈകയൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്. മധുരയുടെ ഹൃദയഭാഗത്തിൽ കൂടി ഒഴുകുന്ന ഒരു നദിയാണ്. അതുപോലെ തന്നെ മാലിന്യങ്ങളും കന്നുകാലികളും, വെള്ളം തീരെ ഇല്ല. ആ ഭാഗത്തൊക്കെ പുല്ലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മളിതാ മധുരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തല്ല പ്ലാറ്റ്ഫോം വരുന്നത് കേട്ടോ, അപ്പുറത്താണ്. അങ്ങനെ നമ്മൾ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു LHB ട്രെയിൻ വരുന്നുണ്ട്. മധുരൈ ജംഗ്ഷൻ. ഇത് നമ്മുടെ കാച്ചിഗുഡ എക്സ്പ്രസ് ആണ് കേട്ടോ. നമ്മുടെ മംഗലാപുരം കാച്ചിഗുഡ എക്സ്പ്രസ്. അതിപ്പോൾ മുരുടേശ്വരത്തേക്ക്
എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയാണ് ഇത് കേട്ടോ. മുരുടേശ്വർ കാച്ചിഗുഡ മധുരൈ ജംഗ്ഷൻ. അങ്ങനെ നമ്മളിതാ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഓടുന്ന വണ്ടിയാണ് കേട്ടോ. മുരുടേശ്വർ കാച്ചിഗുഡ എക്സ്പ്രസ് ആണ്. വീക്ക്ലി വണ്ടിയാണ് കേട്ടോ. ഇത് ആദ്യം മംഗലാപുരം കാച്ചിഗുഡയായിരുന്നു, പിന്നെ അത് മുരുടേശ്വരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇത് റേക്ഷയിലുള്ള വണ്ടിയാണ്, കാച്ചിഗുഡ മധുരൈ ജംഗ്ഷൻ. അപ്പോൾ ആ വണ്ടിയാണിത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന ട്രെയിൻ ഇത് അവിടെ ഇരിക്കുന്ന നമ്മുടെ കോച്ച് B2 തിരുവനന്തപുരം മധുര ജംഗ്ഷൻ അമൃത എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ വന്ന വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇതിന്ന് വൈകുന്നേരം ഒരു 3:30 ആകുമ്പോഴേക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും കേട്ടോ. എന്നിട്ട് നാളെ വെളുപ്പിന് തിരുവനന്തപുരത്തെത്തും. അപ്പോൾ നമ്മളതാ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇപ്പം നിലവിൽ ഇതാണ് എക്സിറ്റ് വരുന്നത് കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും ഓട്ടോ ചേട്ടന്മാർ നമ്മൾ പൊതിയും. അതിപ്പം എവിടെ പോയാലും അങ്ങനെ തന്നെ. ഇപ്പോൾ സ്റ്റേഷനൊക്കെ പൊളിച്ച് പണിയാണ്. ആ പഴയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മളെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക്. ഈ ഭാഗത്തായിരുന്നു ഇതിൻ്റെ പഴയ ബിൽഡിംഗ് ഒക്കെ കേട്ടോ. അപ്പം എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ മധുര എത്തിയ സ്ഥിതിക്ക് ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.